സിറ്റിയാണ്. ഇവിടെ നിന്ന് നേരെ രാമോജി ഫിലിം സിറ്റിയിലേക്കാണ് പോകുന്നത്. അടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ അടുത്തുള്ളത് ബ്ലൂ ലൈൻ മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ റെഡ് ലൈനിലേക്ക് മാറും, ഹൈടെക് സിറ്റിയിലേക്ക് പോകും. മെട്രോ സ്റ്റേഷൻ അവിടെ നിന്ന് നമ്മൾ നേരെ അതിന്റെ ഏറ്റവും എൻഡിലുള്ള എൽബി നഗർ റെഡ് ലൈനിലേക്ക് മാറണം. എന്നിട്ട് നമ്മൾ എൽബി നഗറിലെത്തും. അവിടെ നിന്നാണ് നമുക്ക് രാമോജി ഫിലിം സിറ്റിയിലേക്കുള്ള ബസ്സുകളാണെങ്കിൽ അല്ലെങ്കിൽ ക്യാബ് ആണെങ്കിലും കിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് ക്യാബ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസീവ് ആവും. അപ്പോൾ നമ്മൾ മെട്രോ ആണ് ചൂസ് ചെയ്തത്. അവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ട്, അത് നമുക്ക് ടാക്സി കൊടുക്കാം. പക്ഷെ അവിടെ നിന്ന് അടുത്തായതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് അവിടെ നിന്ന് എന്താണ് ബസ്സാണെങ്കിൽ ബസ്, അല്ലെങ്കിൽ അതില്ലെങ്കിൽ ക്യാബ്, അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യാം. അപ്പോൾ ഹൈദരാബാദ് യാത്രയിൽ ഞങ്ങൾ താമസിച്ച മദാപൂരിലുള്ള ഹോട്ടലിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷൻ ഹൈടെക് സിറ്റിയാണ്. എൽബി നഗർ മെട്രോ സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എൽബി നഗറാണ് രാമോജി ഫിലിം സിറ്റിക്ക് ഏറ്റവും അടുത്തായിട്ടുള്ള മെട്രോ സ്റ്റേഷൻ. മെട്രോ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ഓട്ടോകളും ബസ്സുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് ഓൺലൈൻ വഴി ക്യാബും ബുക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങളവിടെ എത്തിയ സമയത്ത് ബസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ക്യാബാണ് ബുക്ക് ചെയ്തത്. റെഡ് ലൈൻ മെട്രോയുടെ ലാസ്റ്റ് സ്റ്റേഷനാണ് എൽബി നഗർ. ഇവിടുന്ന് ഫിലിം സിറ്റിയിലേക്ക് 15 കിലോമീറ്ററോളം വരുന്നുണ്ട്. ഒരു ഹാഫ് ആൻ അവർ ട്രാവൽ ഉണ്ടാവും. അങ്ങനെ ഫിലിം സിറ്റിയുടെ എൻട്രൻസ് ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. പുറത്തുനിന്നുള്ള വാഹനങ്ങളൊക്കെ ഫിലിം സിറ്റിയുടെ ടിക്കറ്റ് കൗണ്ടർ വരെ മാത്രമേ കടത്തിവിടുകയുള്ളൂ. പിന്നെ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഫിലിം സിറ്റിയുടെ തന്നെ ഷട്ടിൽ ബസ്സുകളിൽ നമുക്ക് യാത്ര ചെയ്യാം. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ഒരു 10-15 മിനിറ്റോളം യാത്ര ചെയ്താലാണ് നമുക്ക് ഫിലിം സിറ്റിയുടെ മെയിൻ ഏരിയകളിലേക്ക് എത്താൻ പറ്റുക. വലിയ ബാഗുകളും അതുപോലെ തന്നെ വലിയ ക്യാമറകളൊന്നും ഇതിനകത്തേക്ക് കടത്തിവിടില്ല. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇവയെല്ലാം സൂക്ഷിക്കാനുള്ള ക്ലോക്ക് റൂമും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ ഇവിടെ നമ്മളെ സ്വീകരിക്കാനായി നിൽക്കുന്നവരൊക്കെ വളരെ നല്ല രീതിയിലാണ് പെരുമാറുന്നത്. ചോദിക്കുന്ന ഏതൊരു കാര്യത്തിനും വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ്. റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് ഫിലിം സിറ്റിയുടെ ടിക്കറ്റ് കൗണ്ടർ. നോർമൽ ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ് ഫിലിം സിറ്റി ഓപ്പൺ ആയിട്ടുണ്ടാവുക. പിന്നെ ഉച്ചതിരിഞ്ഞ് ഒരു 3 മണിയോടൊക്കെ അടുത്ത് ലാസ്റ്റ് ടിക്കറ്റും കൊടുത്ത് കൗണ്ടർ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നോർമൽ ദിവസങ്ങളിൽ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ ഒരു ഉച്ചയ്ക്ക് മുൻപെങ്കിലും ഇവിടെ എത്താൻ ശ്രമിക്കുക. പിന്നെ ഫെസ്റ്റിവൽസ്, കാർണിവൽസ് ഒക്കെ പോലെയുള്ള ചില സ്പെഷ്യൽ ദിവസങ്ങളിലൊക്കെ രാത്രി 9 മണിയും 10 മണി വരെയൊക്കെ ഫിലിം സിറ്റി ഓപ്പൺ ആയിരിക്കും. പിന്നെ ഇവിടെ കുട്ടികളുടെയൊക്കെ ടിക്കറ്റ് എന്ന് പറയുന്നത് ഹൈറ്റിനനുസരിച്ചാണ്, അല്ലാതെ പ്രായത്തിനനുസരിച്ചല്ല. 33 ഇഞ്ച് മുതൽ 54 ഇഞ്ച് വരെയുള്ള കുട്ടികൾക്കാണ് കുട്ടികളുടെ ടിക്കറ്റ് കിട്ടുകയുള്ളൂ. പിന്നെ 54 ഇഞ്ചിനും കൂടുതൽ ഹൈറ്റുള്ള കുട്ടികൾക്ക് അഡൾട്ടിൻ്റെ ടിക്കറ്റാണ് എടുക്കേണ്ടത്. ഇതാണ് ഇവിടുത്തെ ക്ലോക്ക് റൂം. ഇവിടെ ലഗേജ് എല്ലാം വെച്ചതിന് ശേഷം ബസ് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഈ റിസപ്ഷൻ ഏരിയയിൽ നിന്ന് കിട്ടിയ ഒരു ബ്രോഷറാണ്. ഈ ഫിലിം സിറ്റിയുടെ അകത്ത് ഓരോ ഡെസ്റ്റിനേഷനുകളിൽ നടക്കുന്ന പ്രോഗ്രാമുകളുടെ ടൈമിങ്ങും കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ഈ ബ്രോഷറിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു ബ്രോഷർ നമ്മളിവിടെ വന്നതും കയ്യിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ പ്രോഗ്രാമുകളുണ്ട് അതിനനുസരിച്ച് നമുക്ക് അവിടെ പോയി അതൊക്കെ കാണാവുന്നതാണ്. ഇവിടെ 2 തരം ടിക്കറ്റുകൾ അവൈലബിൾ ആണ്. അതിൽ നോർമൽ ടിക്കറ്റാണ് ഞങ്ങൾ വാങ്ങിയത്. ഒരാൾക്ക് 1711 രൂപയാണ് ഈ നോർമൽ ടിക്കറ്റിന് വരുന്നത്. ഞങ്ങളെടുത്ത പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് രാമോജി സ്റ്റുഡിയോ ടൂറാണ്. പിന്നെ നോൺ AC ബസ്സിലായിരിക്കും യാത്ര. പിന്നെ 2999 രൂപയുടെ മറ്റൊരു പാക്കേജും കൂടെ ഉണ്ട്. അതിൽ നമുക്ക് ലഞ്ചും ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ നമുക്ക് AC കോച്ചുകളിലും യാത്ര ചെയ്യാം. രാമോജി ഫിലിം സിറ്റിയുടെ അകത്ത് ഓടിക്കുന്ന ബസ്സുകളുടെ ഒരു മിനിയേച്ചർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഇവിടുത്തെ ബസ്സുകളുടേത്. പുറകിൽ നിർത്തിയിട്ടിരിക്കുന്ന ആ ബസ്സിലാണ് നമ്മൾ രാമോജി ഫിലിം സിറ്റിയുടെ മെയിൻ ഏരിയയിലേക്ക് പോകുന്നത്. അവിടെ എത്തിയതിന് ശേഷം പിന്നെ ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് പോകാനാണ് ഈ രാമോജി ഫിലിം സിറ്റിയുടെ റെഡ് കളറിലുള്ള സ്പെഷ്യൽ ബസ്സുകൾ ഉണ്ടാവുക. ഞങ്ങൾ പോയ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ബസ്സിൻ്റെ 3/4 ഭാഗത്തോളം ഫില്ലായതിനു ശേഷമാണ് ബസ് സ്റ്റാർട്ട് ചെയ്തത്. ഫ്രണ്ടിലുള്ള സീറ്റുകൾ തന്നെയാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. തിരക്കില്ലാത്തതുകൊണ്ട് മുന്നിലെ സീറ്റുകൾ തന്നെ കിട്ടി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം സിറ്റിയായ രാമോജി ഫിലിം സിറ്റിയിലേക്ക് ബസ് യാത്ര തുടങ്ങി. ഇതാണ് രാമോജി ഫിലിം സിറ്റിയുടെ പ്രധാന ഭാഗത്തേക്കുള്ള എൻട്രൻസ്. ഇവിടം തൊട്ട് പിന്നെ അങ്ങോട്ടേക്ക് മൊത്തം കളർഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്. ഞങ്ങൾ എടുത്തിട്ടുള്ള പാക്കേജിൽ ബാഹുബലി സെറ്റ്, മൂവി മാജിക് ഷോകൾ, ഗാർഡനുകൾ, സ്റ്റണ്ട് ഷോകൾ, പിന്നെ കോംപ്ലിമെൻ്ററി റൈഡുകൾ എന്നിവയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഫിലിം മേക്കേഴ്സിൻ്റെയൊക്കെ ഐഡിയയിൽ വരുന്ന പലതരം സെറ്റുകൾ ക്രിയേറ്റ് ചെയ്യാവുന്ന ഇഷ്ടം പോലെ സ്ഥലം ഇതിനകത്തുണ്ട്.
ഉദയനാണ് താരം, കനൽ, ഷിക്കാർ, അമർ അക്ബർ അന്തോണി, കാക്കക്കുയിൽ, ചൈന ടൗൺ പോലുള്ള ഒരുപാട് മലയാളം സിനിമകളും ഇതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം സിറ്റിയാണ് രാമോജി ഫിലിം സിറ്റി. ഹൈദരാബാദ് നഗരത്തിൽ നിന്നും 35 കിലോമീറ്റർ മാറി വിജയവാഡയിൽ ഹയാത്ത് നഗറിലാണ് ഈ ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2000-ഓളം ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ ഫിലിം സിറ്റി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോ സമുച്ചയത്തിനുള്ള ഗിന്നസ് ലോക റെക്കോർഡും സ്വന്തമാക്കിയിട്ടുണ്ട് രാമോജി ഫിലിം സിറ്റി. ഒരു സിനിമ രൂപപ്പെടുന്നതിന്റെ വിവിധ വശങ്ങൾ സന്ദർശകരിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ ഫിലിം സിറ്റി. ചെറുപ്പക്കാരുടെയും സിനിമാ കമ്പക്കാരുടെയും ഡ്രീം ഡെസ്റ്റിനേഷൻ കൂടെയാണ് ഇവിടം. ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഗാർഡനുകളുടെ കാഴ്ചകളാണ് വഴിയരികിൽ ഞങ്ങൾ കണ്ടത്. ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാനുള്ള കാഴ്ചകളല്ല ഇവിടത്തേത്. രാമോജി ഗ്രൂപ്പിന്റെ ഹെഡും ചലച്ചിത്ര നിർമ്മാതാവുമായ രാമോജി റാവുവാണ് ഇങ്ങനെ ഒരു സൗകര്യം 1996-ൽ ഒരുക്കുന്നത്. ഉഷ കിരൺ മൂവീസ് എന്ന ചലച്ചിത്ര കമ്പനിയുടെ ഉടമ കൂടെയാണ് രാമോജി റാവു. ഹിന്ദി, മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകളിൽ ഏകദേശം 80ഓളം ചലച്ചിത്രങ്ങൾ ഉഷ കിരൺ മൂവീസ് എന്ന ചലച്ചിത്ര കമ്പനി നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഫിലിം കമ്പനി ഇന്ത്യൻ ചലച്ചിത്രങ്ങളിൽ ചെലുത്തിയ സ്വാധീനത്തിന്റെ അനന്തരഫലമാണ് ഇങ്ങനെ ഒരു ഫിലിം സിറ്റി തുടങ്ങാൻ കാരണമായത്. ഫിലിം ലൊക്കേഷൻ മാത്രമല്ല, പലതരം ഗംഭീര ആഘോഷങ്ങൾക്കും ഈവന്റുകൾക്കും വേദിയാവുന്ന ഒരു സ്ഥലം കൂടെയാണിവിടം. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ രാമോജി മൂവി മാജിക്. Movie Magic. There are 3 attractions: Space Yatra, Action Theatre, Filmi Dunya. स्टेप से ऊपर जाना है सर. ऊपर जाने के बाद राइट साइड ब्लू कलर बिल्डिंग, मूवी मेकिंग. ഓരോ ഭാഗങ്ങളിലും ഇതുപോലുള്ള അനൗൺസ്മെന്റുകൾ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഓരോ ഷോകൾ പോയി കാണാവുന്നതാണ്. ഇതിനകത്ത് ഓരോ ഭാഗത്തെത്തുമ്പോഴും ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ഒരു ഡാർക്ക് ഷോ ആയിരുന്നു. നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെയുള്ള ഒരുപാട് പേർക്ക് ഇരുന്ന് കാണാവുന്ന ഒരു തിയേറ്ററിലായിരുന്നു ഈ പരിപാടി. ഓഡിയൻസ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാവരും വളരെ ആവേശത്തിലുമായിരുന്നു. അധികം വൈകിപ്പിക്കാതെ തന്നെ പരിപാടിയും തുടങ്ങി. കണ്ടിരിക്കാൻ കുറേ നല്ല കാഴ്ചകളുള്ള ഒരു ഡാർക്ക് നൈറ്റ് ഷോയായിരുന്നു അത്. ഇതുപോലെ ലൈവ് ഷോ അവതരിപ്പിക്കുന്ന ഒരുപാട് കലാകാരന്മാരെ ഇവിടെ നമുക്ക് കാണാം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പല സമയങ്ങളിലായി ഇതുപോലെ ഷോകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടുത്തെ തിരക്ക് കണ്ടത്. പുറത്തുനിന്ന് കണ്ടപ്പോൾ അധികം ആളുകളൊന്നും ഇല്ല എന്നാണ് കരുതിയത്. പക്ഷേ അകത്തെത്തിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ദിവസേന ധാരാളം സന്ദർശകർ വരുന്ന ഒരു സ്ഥലം തന്നെയാണ് രാമോജി ഫിലിം സിറ്റി. ഇന്ത്യക്ക് വെളിയിലുള്ള മറ്റേതോ ഒരു സ്ഥലത്തെത്തിയ ഒരു ഫീലിംഗ് ആണ് ഇവിടെ. ഇതിനകത്ത് എവിടെ പോയാലും എപ്പോഴും അനൗൺസ്മെന്റുകളും അതുപോലെ തന്നെ നല്ല പാട്ടുകളൊക്കെയാണ് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു നല്ല അറ്റ്മോസ്ഫിയറും കൂടെയാണ് ഇതിനകത്ത്. രണ്ടാമതായി ഞങ്ങൾ കയറിയത് ലൈറ്റ്സ്, ക്യാമറ, ആക്ഷൻ തിയേറ്ററിലേക്കാണ്. ഇതുപോലെ ഒരുപാട് ബിഹൈൻഡ് ദ സീൻ കൺസെപ്റ്റുകളെ ആസ്പദമാക്കിയിട്ടുള്ള ഷോകളും ഇവിടെയുണ്ട്. സിനിമയെക്കുറിച്ചുള്ള ചില ബേസിക് കാര്യങ്ങളൊക്കെ സന്ദർശകരിലേക്ക് കൃത്യമായി എത്തിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഈ ഒരു സെക്ഷനിൽ മൂവി ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെയാണ് സൗണ്ട് എഫക്ട്സുകൾ കൊടുക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ഇതുപോലെ 3-4 സെക്ഷനുകൾ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഈ ഓഡിയൻസിൽ നിന്ന് തന്നെ 1-2 പേരെയൊക്കെ വിളിച്ച് സ്റ്റേജിൽ കയറ്റി അഭിനയിപ്പിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു. അവസാനം ഇതുവരെ കണ്ട എല്ലാ സെക്ഷനുകളും കൂട്ടിച്ചേർത്ത് ഒരു സിനിമയാക്കി ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. ഓഡിയൻസിൽ നിന്നും കയറിപ്പോയ 3 പേരാണ് ഈ വണ്ടി ഓടിക്കുന്നത്. വളരെ രസകരമായ രീതിയിൽ തന്നെ സിനിമയുടെ ബേസിക് കാര്യങ്ങളെല്ലാം മൈക്കിലൂടെ അനൗൺസ് ചെയ്ത വ്യക്തി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. തമാശ കലർന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായി ഇതിനകത്ത് തന്നെയുള്ള ഒരു കഫേയിലെത്തി. ഹൈദരാബാദ് ചിക്കൻ ബിരിയാണിയാണ് ലഞ്ചിനായി ഞങ്ങൾ വാങ്ങിയത്. ഇതിനകത്ത് ഫുഡിന് കുറച്ച് വില കൂടുതലായിട്ട് തോന്നിയിരുന്നു. പിന്നെ ക്വാണ്ടിറ്റിയും കുറവായിരുന്നു. നല്ല ടേസ്റ്റുള്ള ബിരിയാണി, കൂടെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും കഴിച്ചു. ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്. ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി. ഫിലിം സിറ്റിയുടെ അകത്ത് എവിടെ നോക്കിയാലും ഫോട്ടോ പോയിന്റുകൾ മാത്രമാണുള്ളത്. ഫോട്ടോകൾ എടുക്കാനായി 1-2 വിൻറ്റേജ് കാറുകളും അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. നല്ല അട്രാക്റ്റീവ് കളേഴ്സിലുള്ള കാറുകൾ. ഫിലിം സിറ്റിയുടെ കുറച്ച് ഭാഗങ്ങളിൽ നമുക്കിങ്ങനെ നടന്ന് കാണാനുള്ള കാഴ്ചകളുണ്ട്. പിന്നെ ബാക്കി കാഴ്ചകളെല്ലാം ബസ്സിൽ യാത്ര ചെയ്തിട്ട് വേണം കാണാൻ. ഇതാണ് സ്പേസ് യാത്ര ഓഡിറ്റോറിയം. ഇതിനകത്ത് ഒരു തിയേറ്റർ ഉണ്ട്. അതിൽ നിന്നും നമുക്ക് സ്പേസ് യാത്രയുടെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത്.
സ്പേസ് ഷട്ടിലുകളുടെ അകത്തെ അതേ ഡിസൈനുകൾ തന്നെയാണ് ഈ കെട്ടിടത്തിൻ്റെ ഇൻറ്റീരിയറായി ചെയ്തിട്ടുള്ളത്. ഫിലിം മേക്കേഴ്സിന് ഷൂട്ടിങ്ങുകൾക്കിടയിൽ 100 കാര്യങ്ങൾക്കായുള്ള ഓട്ടവും ലൊക്കേഷനുകളിൽ നിന്നും ലൊക്കേഷനുകളിലേക്കുള്ള യാത്രകളും വലിയ സാമ്പത്തിക നഷ്ടം വരുത്തിവയ്ക്കുന്നു എന്ന ചിന്തയിൽ നിന്നുമാണ് സിനിമാക്കാർക്ക് എല്ലാ കാര്യങ്ങളും ഒരു കുടക്കീഴിൽ വരുന്ന ഒരു നഗരം സൃഷ്ടിക്കാൻ രാമോജി റാവു തീരുമാനിച്ചത്. പിന്നെ ഞങ്ങൾ പോയത് സ്പിരിറ്റ് ഓഫ് രാമോജി ഷോ കാണാനായിരുന്നു. ലൈവ് ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു അത്. ഡാൻസേഴ്സായിട്ടുള്ള ഒരുപാട് പേരുടെ പെർഫോമൻസുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നല്ല മ്യൂസിക്കും അതിന് യോജിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്ക്രീനും പിന്നെ നല്ല പെർഫോമൻസുകളായിരുന്നു ഇവരുടേത്. ഓഡിയൻസ് നല്ല പോലെ തന്നെ എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ കലാകാരന്മാരൊക്കെ ഓഡിയൻസുമായി നല്ല ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള പെർഫോമൻസുകളാണ് കാഴ്ചവെക്കുന്നത്. ഉദയനാണ് താരം എന്ന സിനിമയ്ക്ക് ശേഷമാണ് മലയാളികൾ രാമോജി ഫിലിം സിറ്റിയെക്കുറിച്ച് കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത്. പിന്നെ നേരെ നടന്നെത്തിയത് സ്റ്റണ്ട് ഷോ കാണാനായിരുന്നു. അതൊരു വലിയ ഹാളിലായിരുന്നു നടത്തിയത്. ഒരു ഗാലറി പോലുള്ള ഒരു സെറ്റപ്പായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മൂവിയിലൊക്കെ കാണുന്ന സ്റ്റണ്ട് സീനുകളെല്ലാം വളരെ ലൈവായിട്ട് വിത്ത് സൗണ്ടോടുകൂടി പെർഫോം ചെയ്ത് കാണിക്കുകയാണ് കുറേ കലാകാരന്മാർ. ഒരു കോമഡി സ്റ്റോറിയോടുകൂടി തുടങ്ങിയ പെർഫോമൻസ് വെടിയൊച്ചകളിലൂടെയാണ് അവസാനിച്ചത്. വൈൽഡ് വെസ്റ്റിൻ്റെ കൗബോയ് വില്ലേജാണിത്. ഇതുപോലുള്ള പലതരം മൂവി സെറ്റുകൾ നമുക്കിവിടെ കാണാം. രാമോജി ഫിലിം സിറ്റിയിൽ നമ്മൾ നേരത്തെ തന്നെ എത്തുകയാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ ഉദ്ഘാടന പരിപാടികളൊക്കെ കാണാം. പിന്നെ വൈകുന്നേരത്ത് സമാപന പരിപാടികളുമുണ്ട്. ഇവിടെ വരുന്നുണ്ടെങ്കിൽ നടക്കാനും തയ്യാറായിട്ട് വേണം വരാൻ. കാരണം ഒരുപാട് ദൂരം നടന്ന് കാണാനുള്ള കാഴ്ചകൾ ഇവിടെയുണ്ട്. വീക്കെൻഡുകളിൽ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഷോകൾ കാണാനും ക്യൂ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് മിഡിൽ ഓഫ് ദ വീക്ക് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ നടന്ന് ഞങ്ങൾ ബസ്സുകളെല്ലാം വരുന്ന ഒരു ഏരിയയിലെത്തി. ഈ ഭാഗത്തെയാണ് യുറീക്ക എന്നറിയപ്പെടുന്നത്. ഈവനിംഗ് പരിപാടികളെല്ലാം നടത്തുന്ന ഒരു ഏരിയ കൂടെയാണിത്. പെർഫോമൻസുകൾ നടത്താറുള്ള ഒരു സ്റ്റേജാണ് നേരെ കാണുന്നത്. ഇതൊക്കെയാണ് രാമോജി ഫിലിം സിറ്റിയിൽ ഞങ്ങൾ ഉച്ചവരെ കണ്ട കാഴ്ചകൾ. ഇവിടെ നിന്ന് രാമോജി ഫിലിം സിറ്റിയുടെ ബസ്സിലായിരിക്കും അടുത്ത യാത്രകൾ. അപ്പോൾ ആ കാഴ്ചകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുകയും വേണം. ഹൈദരാബാദ് ട്രിപ്പിൻ്റെ മറ്റ് വീഡിയോകളും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹൈദരാബാദ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.